ഒരിടത്തൊരിടത്ത് ദൂരെ ദൂരെ ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവ് ഒരു ഭക്ഷണപ്രിയനായിരുന്നു. ഇദ്ദേഹത്തിന് പുതിയ പുതിയ രുചികൾ രുചിച്ചു നോക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് പറ്റിയൊരു പാചകക്കാരനായിരുന്നു കൊട്ടാരത്തിലുണ്ടായിരുന്നത്. എന്നും പുതിയ രുചിക്കൂട്ടുകൾ പരീക്ഷിക്കാനും അത് വിളമ്പാനും ഈ പാചകക്കാരനും വലിയ ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും രാജാവിൻ്റെ തീന്മേശയിൽ പുതിയ പുതിയ വിഭവങ്ങൾ നിറയ്ക്കാൻ പാചകക്കാരൻ എന്നും ശ്രദ്ധിച്ചു. പുതിയ തരം കേക്കുകൾ, പുതിയ തരം പേസ്ട്രികൾ, പുഡിങ്ങുകൾ, വൈനുകൾ, ജ്യൂസുകൾ, അങ്ങനെ എന്തെല്ലാം വിളമ്പാമോ അതെല്ലാം പരീക്ഷിക്കുകയും നല്ല രുചികരമായിട്ട് ഉണ്ടാക്കുകയും മനോഹരമായിട്ട് മേശപ്പുറത്ത് അതൊരുക്കി വെക്കുകയും വളരെ ഭവ്യതയോടെ വിളമ്പുകയും ഒക്കെ ചെയ്യുന്ന ഈ പാചകക്കാരൻ തൻ്റെ ജോലിയിൽ വളരെയധികം ഇഷ്ടത്തോടെയും കൃത്യനിഷ്ഠയോടെയും പ്രവർത്തിച്ചിരുന്നു. രാജാവിനാണെങ്കിൽ എന്നും പുതിയ രുചികൾ പരീക്ഷിച്ചില്ലെങ്കിൽ വലിയ വിഷമമാണ്. നമ്മുടെ പാചകക്കാരനാണെങ്കിൽ പുതിയ പുതിയ രുചികൾ പരീക്ഷിക്കാൻ വലിയ ഇഷ്ടവുമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പലതരം മസാലക്കൂട്ടുകളും രുചിക്കൂട്ടുകളും ഒക്കെ വരുത്തിയും പുളിപ്പിച്ചും കടഞ്ഞും പൊടിച്ചും അരച്ചും ഒക്കെ വിവിധ തരം മാവുകളുണ്ടാക്കിയും വറുത്തും പൊരിച്ചും ചുട്ടും വെയിലത്തുണക്കിയും ഉപ്പിലിട്ടും ഒക്കെ വിവിധ തരം പാചക രീതികൾ അവലംബിച്ചും നമ്മുടെ പാചകക്കാരൻ പുതിയ രുചികൾ എന്നും വിളമ്പിക്കൊണ്ടിരുന്നു. ഈ പാചകക്കാരൻ വളരെ നല്ലവനായൊരു മനുഷ്യനുമായിരുന്നു. പല ദിവസങ്ങളിലും രാജാവിന് ഒരുപാട് വിരുന്നുകാരുണ്ടായിരിക്കും. അയാൾക്ക് പിടിപ്പത് പണി കാണും. എന്നാലും കുറച്ച് ഭക്ഷണമെങ്കിലും ബാക്കി വരികയാണെങ്കിൽ അത് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാതെ തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് പങ്കുവെക്കാനും ഈ പാചകക്കാരന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ സേവകന്മാർക്കും ഭടന്മാർക്കും ഒക്കെ ഈ പാചകക്കാരൻ പ്രിയപ്പെട്ടവനായിരുന്നു. എന്തെങ്കിലും കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ടെങ്കിൽ അയാൾ ഇവർക്കെല്ലാം ഇത് കൊടുക്കും. കൊട്ടാരത്തിൽ നിന്ന് റേഷനായിട്ടാണ് ജോലിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അത് ഒരു കഷ്ണം റൊട്ടിയോ കുറച്ച് സൂപ്പോ ഒക്കെ മാത്രമായിരിക്കും. ഈ പാചകക്കാരനാണെങ്കിൽ വിവിധ തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ കുറച്ച് പങ്കെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ജോലിക്കാർക്ക് ഇയാളോട് വളരെ ഇഷ്ടമായിരുന്നു. അയാൾ കൊടുക്കുമ്പോഴാണ് ഇത്തരം രുചികരമായ ഭക്ഷണങ്ങൾ അവരെ രുചിച്ചു നോക്കുന്നത് തന്നെ. ലോകത്തെങ്ങും മറ്റാരും വിളമ്പിയിട്ടില്ലാത്ത തരം വിഭവങ്ങൾ എന്നും വിളമ്പാൻ നമ്മുടെ പാചകക്കാരൻ ശ്രദ്ധാലുവായിരുന്നു. പക്ഷേ രാജാവിന് ഇതുകൊണ്ടൊന്നും മതിയാവുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെ രുചിച്ച് നോക്കിയിട്ടും പോരാ എന്നൊരു തോന്നൽ. ഇതിനേക്കാളും രുചികരമായിട്ട് വേണം എന്ന് രാജാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുശിനിക്കാരൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. എവിടെ നിന്നെല്ലാം പുതിയ മസാലകളോ രുചിക്കൂട്ടുകളോ ഒക്കെ വരുത്താമോ അതെല്ലാം അയാൾ കൊണ്ടുവന്നു. എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് പാചകം ചെയ്യാമോ അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് പാചകം ചെയ്തു. പക്ഷേ എങ്ങനെയൊക്കെ വിളമ്പിയിട്ടും രാജാവിന് തൃപ്തിയാകുന്നില്ല. രാജാവിൻ്റെ തീന്മേശ നിറയെ പാചകക്കാരൻ വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുമായിരുന്നു. അതിൻ്റെ മണം ജനാലകളിലൂടെ നാടെങ്ങും പരക്കുമായിരുന്നു. ആ ഗന്ധമേറ്റാൽ തന്നെ ആൾക്കാരുടെ വായിൽ നിന്ന് വെള്ളം ഊറുമായിരുന്നു. എന്നാലും രാജാവിന് തൃപ്തിയാകുന്നില്ല. ഇത് പോരാ എന്ന് രാജാവ് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നമ്മുടെ പാചകക്കാരൻ രാജാവിൻ്റെ മേശപ്പുറം നിറയെ വിവിധ തരം വിഭവങ്ങൾ കൊണ്ട് നിറച്ചിട്ട് രാജാവ് ഭക്ഷണം കഴിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. വലിയ കോഴി വറുത്തതും നല്ല രുചികരമായ കേക്കും സൂപ്പും പുഡിങ്ങും ഒക്കെയുണ്ട്. പക്ഷേ എല്ലാം ഒന്ന് നുള്ളി തിന്ന് നോക്കിയിട്ട് ഇത് പോരാ, ഇത് ശരിയായില്ല, ഇത് ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത് എന്ന് രാജാവ് പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് രാജാവ് ആ മേശപ്പുറത്തെ വിഭവങ്ങളൊക്കെ തട്ടി താഴെ എറിയുകയും പാചകക്കാരനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. നന്നായിട്ട് പണി ചെയ്യാൻ അറിയില്ലെങ്കിൽ കൊട്ടാരം പൊയ്ക്കൊള്ളണം എന്ന് ആ പാചകക്കാരനെ രാജാവ് ഭീഷണിപ്പെടുത്തി. അടുത്ത ദിവസം മേശപ്പുറത്ത് പുതിയ തരം വിഭവങ്ങൾ, താൻ ഇന്നേ വരെ രുചിച്ചിട്ടില്ലാത്ത തരം വിഭവങ്ങൾ വിളമ്പിയില്ലെങ്കിൽ കുശിനിക്കാരനെ കൊന്നുകളയും എന്നും രാജാവ് പറഞ്ഞു. പാവം കുശിനിക്കാരൻ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പോയിരുന്ന് ഒരുപാട് നേരം വിഷമിച്ചു. എന്ത് ചെയ്യാനാണ്, അറിയാവുന്ന വിദ്യകളൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞു. അറിയാവുന്ന രുചിക്കൂട്ടുകളെല്ലാം വിളമ്പിക്കഴിഞ്ഞു. എങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്താമോ അങ്ങനെയെല്ലാം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ആരോടൊക്കെ ചോദിച്ച് പുതിയ രുചിക്കൂട്ടുകൾ കണ്ടുപിടിക്കാമോ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും രാജാവിന് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല.
ഇനി താൻ എന്തൊക്കെ വിളമ്പിയാലും ഈ രാജാവിന് ഇഷ്ടപ്പെടില്ല എന്ന് അയാൾക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ നല്ല വിഭവങ്ങൾ വിളമ്പിയില്ലെങ്കിൽ രാജാവ് കൊന്നുകളയും. പേടിച്ചു പോയ അയാൾ കൊട്ടാരം വിട്ട് ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. പോകുമ്പോൾ വഴിയിൽ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം റൊട്ടിയും പൊതിഞ്ഞെടുത്തുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയി കളഞ്ഞു. അയാൾ ഓടിപ്പോകുന്നത് ഭടന്മാരൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഭടന്മാരാരും ഒന്നും മിണ്ടിയില്ല. കാരണം അവർക്ക് ഈ കുശിനിക്കാരനെ വലിയ ഇഷ്ടമായിരുന്നു. അവർക്കൊക്കെ ബാക്കി വരുന്ന ഭക്ഷണം വിളമ്പാൻ ആ കുശിനിക്കാരന് ഒരു മടിയും ഉണ്ടായിരുന്നില്ലല്ലോ. സാധാരണ കൊട്ടാരത്തിൽ നിന്ന് റേഷനായിട്ട് കിട്ടുന്ന 1-2 കഷ്ണം റൊട്ടിയോ ഒരു ഇത്തിരി സൂപ്പോ അല്ലാതെ മറ്റൊന്നും രുചികരമായിട്ട് കഴിക്കാൻ കിട്ടാതിരുന്ന ഭടന്മാർക്കും സേവകന്മാർക്കും ഒക്കെ സ്ഥിരമായിട്ട് നല്ല ഭക്ഷണം കൊടുക്കുമായിരുന്ന ഈ കുശിനിക്കാരനെ അവർക്കെല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അയാളോട് രക്ഷപ്പെട്ടു കൊള്ളട്ടെ എന്നവരെല്ലാവരും വിചാരിച്ചു. നമ്മുടെ പാചകക്കാരനാണെങ്കിൽ കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഓടി ഓടി കാട്ടിലെത്തി. കാട്ടിൽ വെച്ച് അയാൾക്ക് വഴി തെറ്റിപ്പോയി. വഴി തെറ്റി അയാൾ കൊടുങ്കാട്ടിലൂടെ കുറേ ദൂരം നടന്നു. മുന്നോട്ട് വഴി കാണാനാവാതെ ഒരു മരത്തിന് മുകളിൽ കയറി ഇരിപ്പായി. ആരെങ്കിലും മനുഷ്യർ ആ വഴി വരുവാണെങ്കിൽ അവരെ കൂട്ടുപിടിച്ച് യാത്ര ചെയ്യാം എന്നാണ് അയാൾ കരുതിയത്. ഈ സമയത്ത് രാജകൊട്ടാരത്തിൽ രാജാവ് രാവിലെ എഴുന്നേറ്റു. തൻ്റെ പ്രാതൽ കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഊണുമേശയ്ക്കടുത്തെത്തി. മേശ ശൂന്യമാണ്. സാധാരണ അങ്ങനെയല്ല. രാജാവ് കഴിക്കാൻ എത്തുമ്പോഴേക്കും മേശപ്പുറം വിഭവങ്ങളാൽ നിറയുന്നതാണ്. ഇന്ന് ഒന്നുമില്ല. രാജാവ് കുറേ നേരം അവിടെ കാത്തിരുന്നു. ഒന്നും വന്നില്ല. രാജാവ് ഭടന്മാരോട് ചോദിച്ചു, ഇന്നെന്താ മേശപ്പുറത്തൊന്നും വിളമ്പാത്തത്? പാചകക്കാരൻ എവിടെ? ഭടന്മാർ അടുക്കളയിൽ ചെന്ന് നോക്കി. അവിടെ ആരുമില്ല. അവർ ഓടി വന്ന് രാജാവിനോട് പറഞ്ഞു, അങ്ങുന്നേ കുശിനിക്കാരനെ കാണുന്നില്ല. രാജാവ് ദേഷ്യപ്പെട്ടു. ഭടന്മാരോട് കുശിനിക്കാരനെ ഉടൻ തന്നെ കണ്ടുപിടിച്ച് തൻ്റെ മുന്നിലെത്തിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. കൊട്ടാരത്തിലെ ജോലിക്കാരെല്ലാവരും തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങി. പക്ഷേ കൊട്ടാരത്തിലെങ്ങും കുശിനിക്കാരനെ കണ്ടില്ല. നാടെങ്ങും അന്വേഷിക്കാൻ പറഞ്ഞു. ഭടന്മാർ നാടെങ്ങും പാഞ്ഞു നടന്നു. കുശിനിക്കാരനെ കണ്ടില്ല. ഇവർക്ക് ആർക്കും കുശിനിക്കാരനെ കണ്ടുപിടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് രാജാവിന് തോന്നി. അത് സത്യവുമായിരുന്നു കേട്ടോ. കാരണം പാവപ്പെട്ട കുശിനിക്കാരൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നെല്ലാവരും കരുതി. പക്ഷേ രാജാവ് ക്ഷമിക്കാൻ ഒട്ടും ഒരുക്കമായിരുന്നില്ല. രാജാവ് ഉടൻ തന്നെ തൻ്റെ ഭടന്മാരോട് കുതിരയെ തയ്യാറാക്കാൻ പറഞ്ഞു. തന്നെ പട്ടിണിക്കിട്ടിട്ട് കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞ കുശിനിക്കാരനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് രാജാവ് കുതിരപ്പുറത്ത് കയറി ഭടന്മാരോടൊപ്പം കുശിനിക്കാരനെ അന്വേഷിച്ച് യാത്രയായി. പോയി രാജാവും കാട്ടിലെത്തി. കുശിനിക്കാരൻ പോയ വഴിയെ തന്നെ രാജാവും കാടിനുള്ളിൽ അലഞ്ഞു നടന്നു. വഴി തെറ്റി. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ മരത്തിന് മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ കുശിനിക്കാരനോട് മരത്തിന് മുകളിലിരുന്ന് വിറയ്ക്കുന്നു. മരത്തിന് താഴെ എന്നുകൊണ്ട് രാജാവ് കുശിനിക്കാരനോട് പറഞ്ഞു, താഴെ ഇറങ്ങി വാ, നിനക്ക് തക്കതായ ശിക്ഷ ഞാൻ തരുന്നുണ്ട്. കുശിനിക്കാരൻ പേടിച്ച് വിറച്ചതല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. അയാൾ താഴേക്ക് ഇറങ്ങി വന്നതുമില്ല. രാജാവ് തന്നെ ഭടന്മാരോട് ആ മരം കുലുക്കി കുശിനിക്കാരനെ താഴെ ഇടാൻ ആജ്ഞാപിച്ചു. ഭടന്മാരെല്ലാവരും കൂടി ചെന്ന് മരം കുലുക്കുന്നതായിട്ട് അഭിനയിച്ചതേ ഉള്ളൂ. അവർക്കെല്ലാവർക്കും ഈ പാവപ്പെട്ട കുശിനിക്കാരനെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അയാളെ തള്ളിയിടാൻ അവരാരും ഇഷ്ടപ്പെട്ടില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ പറ്റിക്കുകയാണെന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് ഭടന്മാരോട് പറഞ്ഞു, നിങ്ങളിനി മരം കുലുക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ വാളുകൊണ്ട് ആ മരം വെട്ടി താഴെ ഇട്ടാൽ മതി. ഭടന്മാർ മരം വെട്ടാൻ വേണ്ടിയിട്ട് വാളെടുത്തു. പക്ഷെ അവർ മരത്തിൽ വെട്ടുന്നതായിട്ട് അഭിനയിച്ചതേ ഉള്ളൂ. മരത്തിൽ വെട്ടിയില്ല. കുറേ നേരം വെട്ടിയിട്ടും വെട്ടുകൊള്ളുന്നില്ല എന്ന് രാജാവ് കണ്ടു. ഭടന്മാർ തന്നെ പറ്റിക്കുകയാണെന്ന് രാജാവിന് ഇത്തവണയും മനസ്സിലായി. അവസാനം രാജാവ് ഭടന്മാരോട് പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ വെട്ടാൻ മരം. ഭടന്മാരെ മാറ്റി നിർത്തിയിട്ട് രാജാവ് ആ മരം വെട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ വാളും എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു. മരത്തിലിട്ട് ഒറ്റ വെട്ടി. മരം ആകെ ഒന്ന് കുലുങ്ങി. നമ്മുടെ കുശിനിക്കാരൻ മരത്തിന് മുകളിലേക്ക് കയറിയത് ഒരു കഷ്ണം റൊട്ടിയുമായിട്ടായിരുന്നല്ലോ. അയാൾ ആ റൊട്ടി അവിടെ ഇരുന്ന് മുറിച്ച് കുറേ കിളികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നു. അതിനുശേഷം ബാക്കി വന്ന ഒരു ചെറിയ കഷ്ണം റൊട്ടി അയാളുടെ കയ്യിലുണ്ടായിരുന്നതാനും. വെട്ടുകൊണ്ട് മരം കുലുങ്ങിയപ്പോൾ അയാളുടെ കീശയിൽ നിന്ന് ആ റൊട്ടി കഷ്ണം നേരെ താഴേക്ക് രാജാവിൻ്റെ മുൻപിൽ വന്നു വീണു. രാജാവ് അതെടുത്ത് നോക്കി. സാധാരണ മേശപ്പുറത്ത് അലങ്കരിച്ച് വെക്കുന്ന റൊട്ടി കഷ്ണങ്ങളല്ലാതെ ഇങ്ങനെ താഴെ കിടക്കുന്ന റൊട്ടി കഷ്ണങ്ങൾ രാജാവ് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. രാജാവ് ഭടന്മാരോട് ചോദിച്ചു, ഇതെന്ത് സാധനമാണ്? ഭടന്മാർ പറഞ്ഞു, അങ്ങുന്നേ അത് ഞങ്ങൾ സാധാരണക്കാർ കഴിക്കുന്ന ഒരു കഷ്ണം റൊട്ടിയാണ്. രാജാവ് ആ റൊട്ടി എടുത്ത് ഒന്ന് കഴിച്ചു നോക്കി.
രാജാവിൻ്റെ കണ്ണുകൾ വിടർന്നു. അദ്ദേഹം തൻ്റെ ഭടന്മാരോട് ചോദിച്ചു, ഇത്ര രുചികരമായിട്ടുള്ള ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കുന്നത്? സാധാരണ എൻ്റെ മേശപ്പുറത്ത് എന്തെല്ലാം വൃത്തികെട്ട സാധനങ്ങളാണ് ഇയാൾ ഒരുക്കുന്നത്. എന്നിട്ട് ഈ രുചികരമായ റൊട്ടി അയാൾ നിങ്ങൾക്ക് വിളമ്പുമായിരുന്നോ? അത്ഭുതമായിരിക്കുന്നല്ലോ. അപ്പോൾ മുകളിലിരുന്നൊരു കുശിനിക്കാരൻ പറഞ്ഞു, അങ്ങുന്നേ, അങ്ങയുടെ മേശപ്പുറത്ത് ഞാൻ റൊട്ടി വിളമ്പാറുണ്ട്. ഇതിനേക്കാൾ മൃദുവായ, ഇതിനേക്കാൾ രുചികരമായ റൊട്ടി. പക്ഷേ അന്നൊന്നും അങ്ങ് രുചിക്കാതിരുന്ന ഒരു കാര്യം അങ്ങ് ഇന്ന് രുചിച്ചിട്ടുണ്ട്. ആ സാധനം കൂട്ടി കഴിച്ചാൽ ഏത് ഭക്ഷണവും രുചികരമായിട്ട് തോന്നും. രാജാവ് പറഞ്ഞു, അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും കൂട്ടി കഴിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. അപ്പോൾ പാചകക്കാരൻ മുകളിലിരുന്ന് പറഞ്ഞു, അല്ല അങ്ങുന്നേ, അങ്ങ് വിശപ്പ് കൂട്ടിയാണ് കഴിച്ചത്. അങ്ങ് രാവിലെ തൊട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. മാത്രമല്ല, ഇങ്ങോട്ട് കുതിര ഓടിച്ച് വരാനും ഈ മരച്ചുവട്ടിൽ വന്ന് മരം വെട്ടാനും ഒക്കെ അങ്ങ് കുറച്ച് അധ്വാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങയുടെ വിശപ്പ് നന്നായിട്ട് കൂടി. ആ വിശപ്പ് കൂട്ടി കഴിച്ചത് കൊണ്ടാണ് അങ്ങയ്ക്ക് ആ റൊട്ടി അത്ര രുചികരമായിട്ട് തോന്നിയത്. രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം തൻ്റെ കുശിനിക്കാരനോട് മാപ്പ് പറഞ്ഞു. കുശിനിക്കാരനെ വളരെ സ്നേഹത്തോടെ വിളിച്ച് അദ്ദേഹം മരത്തിൽ നിന്ന് താഴെ ഇറക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഒരിക്കലും ആ രാജാവ് തൻ്റെ മുന്നിൽ വിളമ്പുന്ന ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല. ഇതാണ് രാജാവിൻ്റെയും കുശിനിക്കാരൻ്റെയും കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.